ഹലോ കൂട്ടുകാരെ, പുതിയ കുറേ ചെടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നടാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഈ ചട്ടികളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ചെടികൾ ഇരുന്നത് 10 മണിച്ചെടിയായിരുന്നു, അതൊരു ബോട്ടിലിൽ നട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ചട്ടികൾ ഫ്രീ ആണ്. അപ്പം ചട്ടികളിലോട്ട് നടാൻ വേണ്ടിയാണ്. അപ്പം ചട്ടിയിലെ മണ്ണൊക്കെ നമ്മൾ ആദ്യമേ എടുത്ത് മാറ്റും. എന്നിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിലും പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പം അങ്ങനെ ചട്ടിയൊക്കെ നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബൊഗെയിൻവില്ല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡ് കളറാണ്. ആദ്യം അതാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നടുന്നത്. അപ്പോൾ നമ്മളത് നടുകയാണേ. ഒരെണ്ണം കൂടി വെക്കാം. എല്ലാം ഒരു കളറാണോ? ചുമപ്പ്. എല്ലാം കിളിക്കണമെന്നില്ലല്ലോ, എല്ലാം ഒന്നിൽ തന്നെ വെച്ചത്. പിന്നെ 3 എണ്ണം നട്ടിട്ടുണ്ട്. എല്ലാം ഒറ്റ കളറായതുകൊണ്ടാണ് ഒരു ചട്ടിയിൽ നടുന്നത്. അങ്ങനെ എല്ലാം നട്ടിട്ടുണ്ട്. അടുത്ത ബൊഗെയിൻവില്ലയാണ്. ബൊഗെയിൻവില്ല വെക്കുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം കളയണം, കളഞ്ഞിട്ടേ വെക്കാവൂ. അപ്പം ആദ്യത്തെ ഒരെണ്ണം നട്ടേ. അടുത്തതും നട്ടിട്ടുണ്ട്. അടുത്തത് ഇത് രണ്ടും കൂടെ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ കൊണ്ട് നട്ടതാ. അത് കിളിച്ചോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും അതിൻ്റെ കൂടെ വെക്കുകയാണ്. നല്ലൊരു റോസ് കളറ്. ഇതിൽ ഞങ്ങളിപ്പം വളമിടാൻ എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ വളമൊക്കെ ഇട്ട് വെച്ച പൂച്ചട്ടിയാണ്. ഉണ്ടോ, ഇത് കിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരിക്കും അറിയില്ല ഇത് കിളിച്ചോ ഇല്ലയോ എന്ന്. എന്തായാലും ഒരുമിച്ച് വെച്ചു. അടുത്ത ഇനിയും 10 മണിയാണ്. വെള്ള 10 മണി ഇവിടെ ഇല്ലായിരുന്നു. ഇതാ കമ്പി ഉണ്ട്. അപ്പം അമ്മ ഇവിടെ നേരത്തെ റോസ വെച്ചായിരുന്നു, അതൊന്നും കിളിച്ചില്ല. അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ചെടി വെക്കാമെന്ന് വിചാരിച്ചാണ്. ഇതാമ്മ ഇത് വേണേ വെച്ചു. ഇതാണ്ട് ഈ ചെടി എന്താ ഇത് വേറെ വെള്ള. അങ്ങനെ ആദ്യത്തെ ചെടി വെച്ചു. ഇത് നല്ല രസമാണ്, നല്ല റോസ് കളറാണ്. റോസ് നല്ലത്, നല്ല മെറൂൺ കളർ. ഇന്നലെ അത് വെള്ളത്തിൽ താത്ത് തന്നെ വെച്ചാൽ റെഡിയായിരുന്നു. ആദ്യം നിൽക്കുക. അടുത്ത ചെടി അങ്ങനെ അതും നട്ടു. അത് പക്ഷെ മേളിലോട്ട് മുറിച്ചാൽ ഇത് കിളുന്ന തണ്ട. ഇതെല്ലാം വളം വെച്ച് നേരത്തെ ഇട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വളമൊന്നും ഇടാഞ്ഞത്. നട്ടതിനൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
ഇതിന് കൂടെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒഴിച്ചു കൊടുക്കാണ്ട് ഇത് കിളിച്ച് നോക്കുന്നത്. ഈ ചെടിയൊക്കെ അങ്ങനെ വെള്ളമാണ് പ്രധാനം. അടുത്തത് ഈ ചെടിയാണേ. അത് അമ്മ ഒരെണ്ണം നട്ടു. അത് വേണേ ഒന്നുകൂടെ ഇതാക്കിയിട്ട് അവിടെ അങ്ങ് അവിടം വരെ ഇതാക്കണം, താഴോട്ട് വെക്കണം. വെള്ളം ഒഴിക്കണം. വേണ്ട, തള്ളേ ഇത് കളയ്ക്കാൻ പറ്റും. വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് അരി വീണിപ്പോൾ ഇഷ്ടം പോലെ അങ്ങാകും. കളയട്ടെ. ഉണ്ട് എപ്പോഴും പണി വെച്ചേക്കാം. വെണ്ട പോകുന്നുള്ളത് വെണ്ട ഇതിപ്പോൾ എന്തോന്ന് ആർക്കറിയാം. അതിന് വെള്ളം ഒഴിക്കുന്നു. ഏർച്ച ഒഴിക്കാം. രണ്ട് ചെമ്പരത്തിയാണോ? ഇനി 10 മണി. ഒറ്റ കുഴി കുഴിച്ചല്ലേ ഉള്ളൂ. വെള്ളം വേണം എടുത്ത് അങ്ങ് ഒഴിക്കാവില്ല. ശരി, ഇതുകൊണ്ട് കമ്പി ഇതിൽ നടാൻ സ്ഥലമില്ല. വാടാന്നില്ല. അതിൻ്റെ പൂവുണ്ടോ? അതല്ലേ മൊത്തം കാട അതിൻ്റെ അകത്ത്. സ്ഥലമുണ്ടോ? പഴം ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വെച്ചത്. ഇനി വീഡിയോ ഓണാക്കട്ടെ. കമ്പി എടുത്തു. എന്തിയാ കമ്പി? ഇനി 1, 2, 3, 4 ചെടിയോടെ ഉള്ളൂ.
പപ്പടം ഇല്ല, പപ്പടം വെച്ചിട്ടൂടെ കറിയോടെ തന്നെ ഇല്ലേ? അരിമുല്ല ഈ ചെറുതിൻ്റെ അകത്ത് നട്ടാലോ അമ്മേ, നല്ലതാണോ? ഈ ചേമ്പ് പോലത്തെ ഇതേണ്ട ഇതൊത്തിരി വലുതാണോ? ഇതെല്ലാം വാങ്ങിയ ചീര വെള്ളത്തിൽ പറക്കാതെ വെള്ളത്തിൽ അരിമുല്ല എവിടെ നടുന്നത്? ഇതുപോലെ കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നില്ല, തവളത്തൊക്കെ കൊണ്ട് വെക്കാം. ഇത് ഇനി 3 ബാക്കിയാ, 3 ഇത്. ആ ഇത് അല്ല, ഇത് അരിമുല്ലയും റോസ് ആ ഇതേ ഇത് പൂച്ചട്ടിയാണ് കേട്ടോ. ഇത് നല്ലൊരു ചെടിയാണ്. ഇത് ചട്ടിയിൽ അങ്ങനെ നമ്മുടെ കിട്ടിയ ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. നമ്മുടെ കൃഷിയും ചെടിയൊക്കെ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.